നിങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് 2019 അതും ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടി. പേപ്പർ ആഡിൽ നോക്കിയിട്ട് ഞാനൊരു ജോബിന് ആപ്ലിക്കേഷൻ അയക്കുന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടുന്നു. ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ വെച്ച്. രാവിലെ 10 മണിക്ക് തന്നെ അവിടെ എത്തുന്നു. ഗ്രൗണ്ട് നിറച്ചു ആൾക്കാർ, ഒരു 10-200 പേരെങ്കിലും അവിടെ കാണും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇവർ ഇത്രയും പേർക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഒരാൾ വന്നു. പുള്ളി പറഞ്ഞു അവർ വിചാരിച്ചതിനേക്കാളും ആപ്ലിക്കൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് നടത്തണം, എന്നിട്ട് അതിൽ നിന്നായിരിക്കും ഒരു ഇൻ്റർവ്യൂ ലിസ്റ്റിലോട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഈശ്വര, എക്സാം! ഞാനാണെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെ എക്സാം എഴുതാനിരുന്നു. കൂടുതലും ജനറൽ നോളജും പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. ചില സമയങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പോലും നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കും. അത് ഈ ടെൻഷനൊക്കെ കാരണമാണ്. അങ്ങനെ ആ ടെസ്റ്റിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് വാസ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്ത്യയിലല്ലേ അതോ നേപ്പാളിലാണോ? ഞാൻ എന്താ ആൻസറാണ് മാർക്ക് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ടെസ്റ്റൊക്കെ എഴുതി 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഒരാൾ വന്ന് പറഞ്ഞു, നമുക്കൊരു 35 കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഉണ്ട് ഫൈനൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ആ ലിസ്റ്റിൽ ഞാനും ഉണ്ടായിരുന്നു. പിന്നെയും അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ ഇന്റർവ്യൂ തുടങ്ങിയത്. റൂം തുറന്ന് അകത്ത് കയറുന്നു, ഒരു 6 പേരുടെ ഇന്റർവ്യൂ പാനൽ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയി. സ്റ്റേജ് അംനീഷ്യ, അതായത് നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കയറുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറുന്നത് ഓർമ്മ കാണും, സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത് ഓർമ്മ കാണും. നമ്മൾ എന്താണ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് ഒരു ഓർമ്മയും കാണത്തില്ല. അതുപോലെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അവരെന്തൊക്കെയോ ചോദ്യം ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. ഇൻ്റർവ്യൂക്ക് കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ വിചാരിച്ച ഇതൊന്നും കിട്ടത്തില്ല. പക്ഷേ കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്.